ഉഷ്ണതരംഗത്തിൽ കേരളത്തിലെ നെല്ലുൽപാദനം 4-1 കുറഞ്ഞു. ഇതോടെ കടുത്ത പ്രതിസന്ധി നേരിടുകയാണ് നെൽ കർഷകർ. മുൻവർഷങ്ങളിലെ അപേക്ഷിച്ച് ചൂടുയർന്നതാണ് നെല്ലിന്റെ വിളവിനെ പ്രതികൂലമായി ബാധിച്ചത്. കോട്ടയം ചെങ്ങളം സ്വദേശിയാണ് നെൽകർഷകനായ DA മക്കാർ. വയസ്സ് 64-ൽ എത്തി. ഓർമ്മ വെച്ച നാളിൽ തുടങ്ങിയതാണ് നെൽകൃഷി. തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കനത്ത ചൂട് നെൽകൃഷിക്ക് തിരിച്ചടി സൃഷ്ടിക്കുന്നതെന്ന് ഇദ്ദേഹം പറയുന്നു. ഈ പാടം ഈ കതിരിട്ടിട്ട് നെല്ല് കതിരായിട്ട് പാലടിക്കാത്ത ഒരു സാഹചര്യമാണ് ഈ വേനൽ, അമിത വേനൽ കാരണം. അതുകൊണ്ട് കൊയ്തിട്ടാണെങ്കിൽ 1 കിൻഡൽ 1/2 കിൻഡൽ പതിരാണ് കൂടുതൽ കിട്ടുന്നത്. ഇപ്പം ഈ കിടക്കുന്ന ഭാഗങ്ങളെല്ലാം കൊയ്യാതെ കിടക്കുന്ന ഭാഗങ്ങളാണ്. കൊയ്തലൊന്നും വണ്ടിക്കൂലി കൊടുക്കാൻ പോലും കിട്ടാത്ത ഒരു സാഹചര്യത്തിലാണ്. ഇത് കണ്ട കൊയ്ത് 5 ഏക്കറിലെ നെല്ലാണ് ആ കിടക്കുന്നത്. കൂടി വന്ന ഒരു 6 കിൻഡൽ 7 കിൻഡൽ കാണും 5 ഏക്കർ കൊയ്തിട്ട്. ഈ കിടക്കുന്നതെല്ലാം ഓരോ ഏക്കറിലെ നെല്ലുകളാണ്. ഒന്നുമില്ലാത്ത സാഹചര്യമാണ്. ഇത് ഒരു മക്കാറിൻ്റെ മാത്രം കഥയല്ല. കുട്ടനാട്, അപ്പർ കുട്ടനാട്, കോൾപ്പാടശേഖരം ഉൾപ്പെടെ കേരളത്തിൻ്റെ പല ഭാഗത്തും ഉഷ്ണതരംഗത്തിൽ നെൽകൃഷി കരിഞ്ഞുടങ്ങി. ഞാൻ 8 ഏക്കർ പാട്ടകൃഷിയായിട്ട് ചെയ്യുന്നതാണ്. അപ്പം ഇതിൻ്റെ മുടക്കുമാശുവിൻ്റെ ഒരു അംശം പോലും വണ്ടിക്കൂലി കൊടുക്കാൻ കിട്ടത്തില്ല. നമ്മളിത് പണയം വെച്ചും ലോൺ എടുത്ത് ബാങ്കുകളിൽ നിന്ന് എടുത്താണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ചൂട് വന്ന കാരണം നമുക്കിനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. സർക്കാരിൽ നിന്ന് എന്തെങ്കിലും നഷ്ടപരിഹാരമായിട്ട് എന്തെങ്കിലും കിട്ടിയാലേ ഉള്ളൂ നമ്മൾ അടുത്ത കൃഷിയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കൊടുക്കാനുള്ളവരെ എങ്ങനെയും പറഞ്ഞു നിർത്താം. വിളവെടുക്കാൻ പ്രതീക്ഷയോടെ കൊണ്ടുവന്നതാണ് എനിക്ക് പിന്നിൽ കാണുന്ന ഈ കൊയ്ത്തന്ത്രങ്ങൾ. എന്നാൽ കനത്ത വേനൽ കർഷകർക്ക് സമ്മാനിച്ചത് കണ്ണീർ പാടങ്ങളാണ്. കൊയ്തെടുക്കാൻ വലിയ ചെലവാണ്. ആ നഷ്ടം കൂടി വഹിക്കേണ്ടി വരുമെന്നതിനാൽ പാടം കത്തിച്ച് കളയാൻ ഒരുങ്ങുകയാണ് കർഷകർ. അത് കൊടുക്കാനുള്ള പൈസ പോലും കിട്ടുന്നില്ല. ഒരു മണിക്കൂറിന് 1800 രൂപ കൊടുക്കണം. 1 ഏക്കർ കൊയ്യുന്നതിന് 1.5 മണിക്കൂർ എടുക്കും ഇത്രയും കിട്ടുന്നതിന്. അന്തരീക്ഷ താപനില പലപ്പോഴും 35 ഡിഗ്രിക്ക് മുകളിലായിരുന്നു. ഇതാണ് നെല്ലുൽപാദനത്തിന് തിരിച്ചടി സൃഷ്ടിച്ചത്. 5 ഏക്കർ പാടത്തെ നെല്ല് കൊയ്യുമ്പോൾ 100 മുതൽ 125 കിൻഡൽ വരെ നെല്ല് ലഭിക്കേണ്ടതാണ്. എന്നാൽ കർഷകർക്ക് ലഭിച്ചതാകട്ടെ 5 കിൻഡൽ നെല്ല് മാത്രം. കണ്ണീരോടെ കഴിയുകയാണ് കോട്ടയം ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലയിലെ നെൽ കർഷകർ. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.